ഇന്റർനെറ്റ് വിജിലാൻറ്റിസം. ഷിംജിത ചെയ്തത് ഇന്റർനെറ്റ് വിജിലാൻറ്റിസമാണ്. നാട്ടിൽ മാത്രമല്ല, ഇന്റർനെറ്റിലുമുണ്ട് വിജിലൻസ് സംഘങ്ങൾ. സോഷ്യൽ മീഡിയയിലാണ് ഇവരുടെ കളിസ്ഥലം. കുറ്റവാളികളെന്ന് സംശയിക്കുന്നവരെയോ സാമൂഹ്യ വിരുദ്ധരെയോ കണ്ടെത്താനും ശിക്ഷിക്കാനും സോഷ്യൽ മീഡിയ ആൾക്കൂട്ടം ഒത്തുചേരുന്നു. നിയമ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ കുറ്റാന്വേഷണം നടത്തുക, വിചാരണ നടത്തുക, ശിക്ഷ വിധിക്കുക, അത് നടപ്പാക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വിവരങ്ങൾ ശേഖരിക്കുക, കുറ്റാരോപിതരെ വേട്ടയാടുക, സൈബർ ലിഞ്ചിങ് നടത്തുക, അവഹേളിക്കുക, ഇതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പലതരത്തിലാണ് ഇന്റർനെറ്റ് വിജിലാന്റ് കൂട്ടങ്ങൾ പെരുമാറുന്നത്. വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ, ദൃശ്യങ്ങൾ തുടങ്ങിയവ അനുവാദമില്ലാതെ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുക, കുറ്റാരോപിതരെന്ന് കരുതുന്നവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുക, CCTV ദൃശ്യങ്ങളോ ഫോട്ടോകളോ ഉപയോഗിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടി ഇയാളെ നിങ്ങൾക്ക് അറിയാമോ, പേരറിയോ എന്നൊക്കെ ചോദിച്ച് പോസ്റ്റ് ചെയ്യുക. പലതരത്തിൽ പല ലെയറിലാണ് അതിന്റെ പ്രവർത്തന രീതി. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരപരാധികൾ ക്രൂശിക്കപ്പെടാൻ ഇത് പലപ്പോഴും കാരണമാകും. കോടതി വിധിക്ക് മുമ്പ് ഒരാളെ കുറ്റവാളിയായി മുദ്രകുത്താൻ ഇത് പലപ്പോഴും ഇടയാക്കും. ഓൺലൈൻ വിചാരണകൾ പലപ്പോഴും ആത്മഹത്യയിലേക്കും സൈബർ ആക്രമണങ്ങളിലേക്കും നയിക്കും. ഇത് ഇരയാക്കപ്പെടുന്ന വ്യക്തിയുടെ മാനസികാരോഗ്യത്തെയും ജീവിതത്തെയും തകർക്കും. ഈ മനോഭാവം തന്നെയാണ് ദീപകിന്റെ കാര്യത്തിലും ഷിംജിത മുസ്തഫ കാണിച്ചത്. അയാളുടെ പെരുമാറ്റം തിരുത്തപ്പെടേണ്ടതാണെന്ന് വിധിയെഴുതുക, സൊസൈറ്റിയെ കൊണ്ട് തിരുത്താൻ വേണ്ടി മെനക്കെട്ടിറങ്ങുക, അത് തന്നെയാണ് സത്യത്തിൽ ദീപകിന്റെ മരണത്തിന് കാരണമായത്.